ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ബാക്ക് ടു ബാക്ക് 2 സിനിമ കണ്ടു. ഒന്ന് അന്വേഷിപ്പിൻ കണ്ടെത്തും, രണ്ട് പ്രേമലു. അപ്പം ഈ രണ്ട് സിനിമയുടെ റിവ്യൂ ഒരുമിച്ചൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ പൂനെയിൽ വെസ്റ്റേൺ മോളിൽ സിനിപോളിസിലാണ് രണ്ട് മൂവിയും കണ്ടത്. അപ്പം ആദ്യം അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയാണ് കണ്ടത്. ടോവിനോയുടെ എൻട്രിയും കാര്യങ്ങളും എല്ലാം നല്ല കയ്യടിയോടെയായിരുന്നു ആ ഫുൾ തിയേറ്റർ വരവേറ്റത്. പിന്നെ അത്യാവശ്യം സീരിയസ് ജോണറിലുള്ളൊരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. പിന്നെന്താ, ടോവിനോയുടെ അഭിനയം കാണാൻ മാത്രമായിട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് കയറണമെന്നാണ് എൻ്റെ ഒരു ഇത്. അത്രയും സൂപ്പറായിട്ട് ടോവിനോയുടെ ഇതുവരെയുള്ള സിനിമയുടെ ഗ്രാഫ് നോക്കുമ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു 2018 എന്ന് വേണമെങ്കിൽ പറയാം. അത്ര സൂപ്പറായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് സൂപ്പറാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് പ്രേമലുവിലേക്ക് വരാം. പ്രേമലു തുടക്കം തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ ഭയങ്കര ബഹളമായിരുന്നു. ചിരിക്കാനുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ചുറ്റിനും. എല്ലാവരും കുറേ എൻജോയ് ചെയ്തു, കുറേ ചിരിച്ചു. ഞങ്ങൾ അത്രയും ഒരു സീരിയസ് പടത്തിൽ നിന്ന് വന്നിട്ട് ഇത് ഭയങ്കര ലൈറ്റർ മോഡാണ് സിനിമ. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിൻ്റെ മ്യൂസിക് പോളി മ്യൂസിക്കായിരുന്നു. പിന്നെ പ്രേമലുവിൽ അങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലൈറ്റർ മൂഡിലൂടെ പോകുന്നൊരു സിനിമയാണ്. ചിരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതിനുള്ളത്. സോ ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് സിനിമ എങ്ങനെ പോകണം, അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ രണ്ട് സിനിമയും ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റും. അത്രേ പറയുന്നുള്ളൂ, ബാക്കിയെല്ലാം സസ്പെൻസാണ്. അപ്പോൾ സിനിമയെല്ലാം കണ്ടിട്ട് നിങ്ങൾ പോയി തന്ന് കമൻറ്റ് ഇടുക കേട്ടോ, എങ്ങനെ ഉണ്ടാകും.